വലിയ കൊള്ളൂല. Should do well. Vikram has done a great job. Everybody has done a great job. 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ്, അതുപോലെ തന്നെ നമ്മുടെ KGF കണ്ടതല്ല, ഇതാണ് റിയൽ സ്റ്റോറി, അത്രേ ഉള്ളൂ. അപ്പം ഇരുന്ന് കാണുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് എന്ത് കാണണമെന്ന് തോന്നിയിട്ടില്ല, മനസ്സിലായോ? വിക്രം തകർത്തില്ല, അതിനാണ് ഇത്രയും കോസ്റ്റ്യൂം ഒക്കെ വന്നത്. എന്റെ വീഡിയോ കാണുമായിരുന്നു. പക്ഷേ വിക്രം ഇങ്ങനെ അഭിനയിക്കാമെന്ന് വിചാരിച്ചില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ഓക്കെ പോലത്തെ, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. വലിയ കൊള്ളൂല. അഭിനയമൊക്കെ അടിപൊളിയാണ്, കൊള്ളാം. നല്ല പടം നന്നായിരിപ്പുണ്ട്. അഭിനയം അടിപൊളിയാണ്. പടം ക്ലൈമാക്സ് വെച്ച് ചെറിയൊരു ലാഗായിപ്പോയി, ബാക്കിയെല്ലാം സെറ്റാണ്. അഭിനയമൊക്കെ അടിപൊളിയാണ്. കൊള്ളാം, നല്ല പടം. കുഴപ്പമില്ല, കൊള്ളാം. ഒരു രക്ഷയില്ല, വിക്രം വേറെ ലെവൽ. പടം കൊള്ളാം, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. വിക്രം സൂപ്പറായിട്ടുണ്ട്. നല്ല പടം. നല്ല പടം. കൊള്ളാം, കൊള്ളാം. നല്ല പടം. നല്ല പടം, സൂപ്പർ നല്ല പടം, സൂപ്പർ. കൊള്ളാം. അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇടയിലും കൊള്ളാം, നല്ല പടം. പടം കൊള്ളായിരുന്നു. മേക്കിംഗ് ഒരു രക്ഷയില്ല, കിട്ടില്ല. നല്ല പടം, കൊള്ളാം, നൈസ്. വിക്രം നല്ല അഭിനയമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല. ചില ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അഡ്വഞ്ചറാണ് പടം ഭയങ്കര അടിപൊളിയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രക്ഷയില്ലാതെ പുള്ളി എടുത്ത എഫേർട്ടിന് അത് തന്നെ പടത്തിൽ തന്നെ കാണാനും തന്നെ ഉണ്ട്. കൊള്ളാം. അഭിനയത്തിനെക്കാട്ടി ഇതിൻ്റെ തീംസും കാര്യങ്ങളാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ പാരഞ്ച് വിക്രത്തിന് എന്ത് പ്രതീക്ഷ അതെല്ലാം ഉണ്ട്. വെരി സാറ്റിസ്ഫൈഡ്. പടം വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. പടം അവരെടുത്തിരിക്കുന്ന ഇതാക്കിയിട്ട് വന്നിട്ട് നീറ്റായിട്ടുണ്ട്. അതിൽ വന്നിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. ആ ഡയറക്ടർ എല്ലാവരും ആ സെറ്റപ്പായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. പടം സെറ്റപ്പായിട്ടുണ്ട്. മോരെ കൊള്ളാം, കാണാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ല. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. റിയൽ സ്റ്റോറിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ KGF കണ്ടതല്ല, ഇതാണ് റിയൽ സ്റ്റോറി, അത്രേ ഉള്ളൂ. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും പയ്യന്മാർക്ക് കണക്ട് ആവണമെന്നില്ല, പക്ഷെ നല്ല പടമാണ്, കാണേണ്ട പടമാണ്. നമ്മൾ വിക്രം തകർത്തില്ല, അതിനാണ് ഇത്രയും കോസ്റ്റ്യൂം ഒക്കെ വന്നത്. എന്റെ വീഡിയോ കാണുമായിരുന്നു. നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ്. വിക്രം സൂപ്പറാണ്, എല്ലാവരും നന്നായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണ്. അടിപൊളി പടം, നല്ല സിനിമ. കുറേ വിക്രമിൻ്റെ നല്ലൊരു മൂവിയായിരുന്നു. പിന്നെ ഈ ഫാൻസ് ഇതുകൊണ്ട് കുറച്ച് ഭയങ്കര മേക്കായിരുന്നു. നല്ല മൂവി. കൊള്ളാം, നൈസ് മൂവിയാണ്. വിക്രമിന്റെ അഭിനയമൊക്കെ ഒരു രക്ഷയില്ല, സൂപ്പറാണ്. BGM ഒക്കെ പൊളിയായിട്ടിരിപ്പുണ്ട്. തകർത്തിട്ടുണ്ട്, നല്ല കിഴക്കായിട്ട് എടുത്തിട്ടുണ്ട് പടം. പാരഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല പക്കാ ക്വാളിറ്റി പടം. The movie is good. It will do well. Everybody has worked hard and should do well. Vikram has done a great job. Everybody has done a great job. Director is Paranj. It's done a real hard work and it should definitely do well. ஆரத்தின்னு ஒரு பிள்ளை நல்லா நடிச்சு, விக்ரம் நடிப்பு சூப்பராக இருக்குது. ஆக்டிங் விக்ரம் நடிப்பு சூப்பராக, எல்லாருமே குறை சொல்ல முடியாது, சூப்பராக நடிச்சிருக்காங்க. ஒருத்தரும் குறை சொல்ல முடியாது, நல்லா இருக்கு. ടിമറ്റിക്കാലും സൂപ്പറാകും, பார்க்கலாம். മൂവി നല്ലതാണ്. പാരജ്യത്തിൻ്റെ മൂവിയാണ്, നീലം പ്രൊഡക്ഷൻസിൻ്റെ മൂവിയാണ്. അവരുടെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും ഇത് ഏത് പൊളിറ്റിക്സിൽ പെടുന്ന മൂവിയാണെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ രാജ്യത്ത് 2-3 കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സ്, അതുപോലെ തന്നെ കാലങ്ങളായിട്ട് ഒപ്രസ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു പുതിയ ഇൻസൈറ്റ് ലഭിക്കുന്ന രീതിയിലുള്ളൊരു മൂവിയാണ്. ഇതൊരു പാരജ്യത്തിൻ്റെ മൂവിയാണ്, നല്ല ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. OTT പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സുകാരാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. മ്യൂസിക്, കൊറിയോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് പൊളിറ്റിക്സ്, കാരണം ഇപ്പോൾ എല്ലാവരും വിക്രത്തിൻ്റെ മൂവിയാണെന്ന് വിചാരിച്ച് വിക്രത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് കാണാൻ വേണ്ടി വരിക. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ വിക്രത്തിൻ്റെ മൂവിയേക്കാളും ഉപരി ഇതൊരു പാരജ്യത്തിൻ്റെ മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ്, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത മൂവിയാണ്. ലൈക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ പെർഫോമൻസും പൊളിയായിട്ടുണ്ട്. പക്ഷേ ഇരുന്ന് കാണുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് എന്ത് കാണണമെന്ന് തോന്നിയിട്ടില്ല, മനസ്സിലായോ? കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ തോന്നും. ഇൻ്റർവെല്ലിന് ശേഷം അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ജോണർ ഓഫ് ആൾക്കാർക്ക് മാത്രമേ വിക്രം, മനസ്സിലായില്ലേ, അങ്ങനത്തെ കുറച്ച് ഓൾഡ് ടൈപ്പ് ഓഫ് ഹിസ്റ്ററി അങ്ങനത്തെ റിലേറ്റ് ചെയ്ത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുത്തുള്ളൂ. അത് ഒരുപാട് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുണ്ട്. പക്ഷേ പോവർട്ടി, ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പണ്ടത്തെ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളായിരുന്നു. പടം നൈസ് മൂവിയായിരുന്നു. പക്ഷേ വിക്രം ഇങ്ങനെ അഭിനയിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഐ എന്നുള്ള സിനിമയും പിന്നെ പിതാമഹനിലൊക്കെ ഭയങ്കരമായിട്ട് ജീവിച്ചാണ് കാണിച്ചത്. പക്ഷേ ഈ പടത്തിൽ എന്തോന്ന് അഭിനയം അയാൾ. ആദിവാസി ഒരു മെത്തേഡ് പോലത്തെ ഒരു പടമാണ്. ലാസ്റ്റ് തന്നെ അടിപൊളി തന്നെയാണ്. പക്ഷേ പടം കുറച്ച് ലാഗുണ്ട്, എന്നാലും വേറെ ലെവലാണ്. പിന്നെ പാർവതിയൊക്കെ മലയാള നടിയൊക്കെ ഇങ്ങനെ കിടന്ന് അഭിനയിക്കൂ, അടിപൊളിയാണ്. തമിഴ് നടിമാർ അഭിനയിക്കണേക്കാട്ടി അടിപൊളിയായിട്ട് പാർവതിയൊക്കെ ചെയ്തിരിക്കുന്നത്. പാർവതിയെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളവികയാണ്.
മാളവിക വേറെ ലെവൽ. മാളവിക അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി അഭിനയമായിരുന്നു. പിന്നെ പശുപതിനെ പിന്നെ അഭിനയം പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം വേറെ ലെവലായിരുന്നു. നല്ല നൈസ് മൂവിയാണ്, കൊള്ളാം, അടിപൊളി പടമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. വിക്രം ജീവിച്ച് കാണിക്കുന്നത് ഇതേ കണക്കാണ് അഭിനയിച്ച് കാണിക്കുക. അടിപൊളി പടം.